ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഓണം വിഷസ്. നമ്മുടെ ഓണം സീരീസിന്റെ ഏകദേശം ഫിനിഷ് ആവാറായി. ഇന്ന് ഞാൻ വന്നത് ഒരു തോരനുമായിട്ടാണ്. പാലക്കാടുകാർക്ക് തോരനല്ല കേട്ടോ, പാലക്കാട്ടിലുള്ള ആൾക്കാർക്ക് ഉപ്പേരിയും പിന്നെ മെഴുക്ക് വരട്ടിയാണ്. വെളിച്ചെണ്ണ തൂളിച്ചു കഴിഞ്ഞാൽ മെഴുക്ക് വരട്ടി, അതല്ല എങ്കിൽ തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉപ്പേരി. അപ്പൊ ഇന്ന് ഞാൻ വന്നത് ഒരു പച്ച പപ്പായ കൊണ്ടുള്ള ഉപ്പേരിയും കൊണ്ടാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പച്ചപ്പപ്പായ കൊണ്ടുള്ള തോരൻ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പച്ചപ്പപ്പായയുടെ ഹാഫാണ് ഉപയോഗിക്കുന്നത്. അതിനെ നന്നായി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ്. നിങ്ങൾക്ക് ചിരവ ഉണ്ടെങ്കിൽ ശരിക്കും ചിരകി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു കപ്പ് പപ്പായയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുന്നതാണ് ഇതിന് ഫ്ലേവർ കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് നന്നായി പൊട്ടട്ടെ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഒരു ചുവന്ന മുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉഴുന്നപ്പരിപ്പൊക്കെ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള പപ്പായയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മുളക് പൊടി ചേർത്തുന്നില്ല ഇതില്. ഇനി ഒരു പച്ചമുളകും കൂടി ക്രഷ് ചെയ്ത് ഇടുന്നുള്ളൂ. അപ്പൊ ഈ എരിവ് തന്നെ പാകമായിരിക്കും. ഇതിനെ നന്നായി ഒന്ന് സോട്ട് ചെയ്ത് എല്ലായിടത്തേക്കും മിക്സ് ചെയ്യാം. മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ നന്നായി ഒന്ന് മിക്സ് ആവട്ടെ. ഇതിൽ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ചു നേരം കുക്ക് ചെയ്യാം. ആ ടൈം കൊണ്ട് നമുക്ക് തേങ്ങ ചതച്ചെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും 1 പച്ചമുളകുമാണ് ഞാൻ ചതച്ചെടുക്കാൻ പോകുന്നത്. ഇത് ചതച്ചെടുത്ത് വന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം എന്തായി എന്ന്. ഇതൊരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ നന്നായി വെന്തിട്ടുണ്ട്. നല്ലോണം ഡ്രൈ ആയിട്ട് എല്ലാം വിട്ട് കിടക്കുന്നുണ്ട്. നല്ലൊരു ടെക്സ്ചറിലാണ് ഇപ്പം ഇത് കിടക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആ ക്രഷ് ചെയ്തിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ പ്ലെയിൻ ആയിട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പം നമ്മളിതിനെ നന്നായി ഒന്നിനി മിക്സ് ചെയ്തെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം, എന്നാൽ സ്വാദിഷ്ടവും നല്ല പെട്ടെന്ന് തയ്യാറാക്കാം, ഹെൽത്തിയുമായിട്ടുള്ള ഒരു തോരനാണ്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി തൊളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി റെഡി. ഇനി ഇതിനെ നമുക്ക് തണുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. ചൂടോടുകൂടി കഴിക്കണം ഫുഡ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല ടെക്സ്ചറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. വെള്ളമൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ പറയൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടിക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.